വൈ ഡു വി ടേക്ക് കമ്മ്യൂണിയൻ? കുർബാന അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ തിരുവത്താഴം, കർത്തൃമേശ, ഇതൊക്കെ അനുഭവിക്കുന്നത് എന്തിനാണ്? ചില ചർച്ചുകളിലുള്ളവരെല്ലാ ദിവസവും ചെയ്യും, ചിലരാഴ്ചയിലൊരിക്കൽ ചെയ്യും, ചിലർ വർഷത്തിലൊരിക്കൽ ചെയ്യും, ചിലരൊരിക്കലും ചെയ്യാത്തവരുണ്ട്. അങ്ങനെയുള്ള വിശ്വാസികളുമുണ്ട്. ഞാൻ അമേരിക്കയിൽ ചെന്നപ്പോൾ ഒരു വലിയ ചർച്ചിൽ, ഇവിടുന്ന് പോയി കഴിയുമ്പോൾ സാധാരണ ഇൻഡിപെൻഡൻറ്റ് ചർച്ചുകളിലാണ്. നമ്മുടെ മരുമകൻ അമേരിക്കനാണ്, അതുകൊണ്ട് വി ഗോ ടു എ ചർച്ച് വെയർ ദർ ഈസ് ഇംഗ്ലീഷ് സർവീസ് വിച്ച് ഈസ് ഇൻ സ്പിരിറ്റ് ഫീൽഡ്. അപ്പോൾ അവിടെ ചെല്ലുമ്പം വളരെ തീക്ഷ്ണമായിട്ട് വചനം പഠിപ്പിക്കുന്നത് ഞാൻ കാണും. അപ്പം വചനം പഠിപ്പിക്കുമ്പോൾ നമുക്കറിയാം സ്വർഗത്തിലിരുന്ന് കേൾക്കുന്ന പോലെ തന്നെ കേൾക്കുന്നുണ്ട്. ഞാൻ 2 പ്രാവശ്യം 3 പ്രാവശ്യം അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ ദൈവത്തോട് എന്തോ ഇവിടെ ഒരു കുറവുണ്ട്, എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇഷ്ടംപോലെ വചനമുണ്ട്, ആളുകൾക്ക് അങ്ങേയറ്റ സ്നേഹമാണ്, നമ്മളെയൊക്കെ വലിയ കരുതലാണ്, അവർക്ക് കൂട്ടായ്മയുണ്ട്, ഇതൊക്കെയുണ്ട്. പക്ഷേ സംതിങ് ഈസ് മിസ്സിങ്. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ കർത്തൃമേശ അല്ലെങ്കിൽ കുർബാന അല്ലെങ്കിൽ തിരുവത്താഴം കൊടുക്കുന്ന ഒരു പതിവില്ല. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളത് ചെയ്യാറില്ലേ? അപ്പം വല്ലപ്പോഴും ചെയ്യുമെന്ന് പറഞ്ഞാൽ പബ്ലിക്കായിട്ട് സ്റ്റേജിൽ കൊണ്ടുവന്നിട്ട് ആളുകൾ ബാപ്റ്റിസം കൊടുക്കുന്നതാണ്, അതിനൊരു പ്രാധാന്യം കൊടുക്കും. പക്ഷെ കർത്തൃമേശ ചെയ്യുന്നില്ല. ഇറ്റ് റിയലി ബോതേഡ് മീ. അപ്പം ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, എന്തുകൊണ്ടാണ് ഈ പള്ളി അപ്പം വചനവും ആത്മാവും, 2 വചനം ഒരു സൈഡിൽ, ആത്മാവ്. അപ്പം വചനത്തിൽ ഇവരിങ്ങനെ തീ കത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ ആത്മാവിൻ്റെ അനുസരണം വരുമ്പം തിരുവത്താഴം എടുക്കണം, അല്ലെങ്കിൽ കർത്തൃമേശ എടുക്കണം, അല്ലെങ്കിൽ കുർബാന അനുഭവിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു കമാൻഡാണ്. അതിവരെന്തുകൊണ്ട് ചെയ്യുന്നില്ല? അപ്പം ഞാൻ എൻ്റെ മരുമകനോട് പറഞ്ഞു, അത് ശരിയല്ലല്ലോ, അത് ശരിയല്ല. ആരെങ്കിലും ഒരാൾ അതോറിറ്റി എടുക്കണം. എൻ്റെ മരുമകൻ അവിടുത്തെ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു ലീഡറാണ്. ഞാൻ ചോദിച്ചാൽ എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല? നിങ്ങൾ സ്മോൾ ഗ്രൂപ്പ് കൂടുമ്പോഴെങ്കിലും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. ഇത്രയും വചനം അറിയാവുന്നവർ ആത്മാവിൽ കയറിയിട്ട് ദൈവത്തോട് ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ട് ഉത്തരം കണ്ടുപിടിക്കണം എന്ന് ഞാൻ പറഞ്ഞേച്ചു പോരുന്നു. അങ്ങനെ അവർ അതിന് ലീഡർഷിപ്പ് എടുക്കാനായിട്ട് ഇപ്പം തുടങ്ങുന്നുണ്ട്, ഒരു ഗ്രൂപ്പായിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കുന്നു. അപ്പോൾ ഐ തോട്ട് അബൌട്ട് ദിസ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നത് എടുക്കുന്നത്. വൈ ഡു യു ടേക്ക് കമ്മ്യൂണിയൻ? ഒന്ന്, ഇറ്റ്സ് എ കമാൻഡ് ഫ്രം ദ ലോഡ്. ലൂക്കോസിൻ്റെ സുവിശേഷം 22:19. പലയിടത്തുണ്ട്, പക്ഷേ 22:19 ഞാൻ എടുക്കുന്നത്. കർത്താവ് ചില കാര്യങ്ങൾ, അതായത് യേശു എൻ്റെയും നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നതായിട്ട് നമ്മൾ മനസ്സുകൊണ്ട് കണ്ടേ. ചിലരുടനെ കമന്ന് വീഴും, കാരണം കർത്താവ് രാജാതിരാജാവ്. ചിലർ പുറകോട്ട് വീണ് കിടക്കും, കാരണം ബിക്കോസ് യു ക്യാനോട്ട് സ്റ്റാൻഡ് ബിഫോർ ഹിം. ദാനിയേലിൻ്റെ മുമ്പിൽ വന്നു, യോഹന്നാൻ്റെ മുമ്പിൽ വന്നു, അവരെല്ലാം നേരം കമന്ന് വീണു. പിന്നെ അബ്രഹാമിൻ്റെ മുമ്പിൽ വരുന്നു, ഇവരെന്നെല്ലാം അന്നേരം ചിലർ കമന്ന് വീഴുന്നു, ചിലർ പുറകോട്ട് അടിച്ചു വീഴുന്നു. ബിക്കോസ് യു ക്യാനോട്ട് കണ്ടെയ്ൻ ദ ഗ്ലോറി ഓഫ് ദ ലിവിങ് ഗോഡ്. ദൈവത്തിൻ്റെ മഹത്വത്തെ ഈ മൺപാത്രത്തിലോട്ട് ഉൾക്കൊള്ളണമെങ്കിൽ ഇറ്റ്സ് നോട്ട് ഈസി. അതുകൊണ്ടാണ് പലരും സ്ലേയിങ് ഓഫ് ദി സ്പിരിറ്റ് എന്ന് പറയുന്നത്. വീണുപോകും. യു ക്യാൻ. ചിലർ പറയും അത് പിശാചിന, അത് പിശാചുകൊണ്ട് തന്നെ ഇറങ്ങിപ്പോകും. പക്ഷേ വെൻ ദ പ്രസൻസ് ഓഫ് ദ ലിവിങ് ഗോഡ് ഫോൾസ് അപ്പോൺ യു, ഇറ്റ്സ് ടു മച്ച് ഫോർ യുവർ ബോഡി. യു കാൺട്ട് സ്റ്റാൻഡ്. ഐ റിമെമ്പർ, ഞാൻ സൗദി അറാംകോയിൽ നിന്ന് എൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്ത് വെച്ച് ഞാൻ തിരിച്ചു വന്ന് കൊട്ടാരക്കര താമസിക്കുമ്പോൾ 2 പെൺപിള്ളേർ ഒരു 5:30 ആയപ്പോൾ എൻ്റെ വീട്ടിൽ കയറി വന്നു വൈകിട്ട്. അപ്പോൾ ഞാൻ അവരെ വിളിച്ച് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഈ രാത്രിയായപ്പോൾ ഇങ്ങോട്ട് കയറി വന്നത്, നേരത്തെ ഒന്നും വരാൻ? അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ പപ്പ അറിഞ്ഞിട്ടാണോ നിങ്ങൾ വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പിള്ളേർ പറഞ്ഞു, അതെ, ഞങ്ങൾ പപ്പായോട് പറഞ്ഞു ഞങ്ങൾ വിമലാൻറ്റിയുടെ വീട്ടിൽ പോവുക. പപ്പ പറഞ്ഞു വിമലാൻറ്റിയുടെ വീട്ടിലാണ് പൊക്കോളാൻ പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ ഓടി വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത്രയെങ്കിലും ആ മനുഷ്യന് വിശ്വാസം ഉണ്ടല്ലോ, നല്ല കാര്യം. ഞാൻ പുതുതായിട്ട് കൊട്ടാരക്കര വന്ന വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് വന്നതിൻ്റെ കാരണം? അപ്പോൾ ഒരാൾ പറഞ്ഞു, എനിക്ക് വയറ്റുവേദനയാണ്, എനിക്ക് ആൻറ്റി ഒന്ന് പ്രാർത്ഥിച്ച് അത് പൊക്കോളും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കൊച്ചു പിള്ളേർക്ക് ഇത്രയും വിശ്വാസം. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി, നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഞാൻ നല്ല വരാന്തയുള്ള ഒരു നല്ല വീടാണ് അവിടെ. അപ്പോൾ ഞാൻ അവിടെ നിന്നുകൊണ്ട് ഈ കൊച്ചുങ്ങൾക്ക് വേണ്ടി ഒരു 5 മിനിറ്റ് പ്രാർത്ഥിച്ചാണ്. പ്രാർത്ഥിച്ച് ഞാൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അവരെ എവിടെയൊന്നും കാണുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇവരെ എവിടെ പോയി കർത്താവേ, ഇതുങ്ങളെ കാണുന്നില്ല. നോക്കുമ്പോൾ ഓരോ 2 താഴത്ത് കിടപ്പുണ്ട്. നമ്മൾ തൊട്ടില്ല, നമ്മൾ അറിഞ്ഞില്ല. ആത്മാവിൻ്റെ ഭാരം അവരുടെ മേൽ. ആത്മാവ് വരുമ്പോൾ പരിശുദ്ധാത്മാവ് വന്നു, അവരവിടെ കിടക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഒരു ചാടി എഴുന്നേറ്റ് സന്തോഷത്തോടെ തിരിച്ചു. അവരുടെ വയറ്റുവേദനയും പോയി, എല്ലാം പോയി. എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ ഗ്ലോറി ഇന്നസെൻ്റായിട്ടുള്ള ഒരു വ്യക്തിയിൽ വരുമ്പോൾ, പരിശുദ്ധാത്മ ഇറങ്ങി വരുമ്പോൾ അവർക്കത് കണ്ടെയ്ൻ ചെയ്യാൻ അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ ഒക്കത്തില്ല. ബിക്കോസ് ദിസ് ഈസ് ഹൈ പവർ. ബട്ട് ഹൈ ടെൻഷനുള്ള ഇലക്ട്രിസിറ്റി നമ്മുടെ മേലോട്ട് അടിച്ചാൽ നമ്മൾ നൂറ് നിൽക്കുമോ? അതുപോലെ തന്നെയാണ് ആത്മീയ ഗോളത്തിൽ. പല വ്യാഖ്യാനങ്ങൾ പലരും പറയും, അതൊന്നും നമ്മൾ ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല. അവനവൻ്റെ അനുഭവങ്ങൾ വചനാടിസ്ഥാനത്തിൽ നോക്കുമ്പം 22-ാം ലൂക്കോസിൻ്റെ അധ്യായത്തിൽ ഇങ്ങനെയാണ് 19 യേശു എന്താ പറഞ്ഞതെന്ന് നോക്കാം.
ഈ കർത്താവിൻ്റെ ഒരു ആഗ്രഹം, ഇത് വായിക്കുമ്പോൾ വളരെ സങ്കടം തോന്നും. സമയമായപ്പോൾ 22 തുടങ്ങിയിട്ട് 14, സമയമായപ്പോൾ അവൻ അപ്പസ്തോലന്മാരുമായി ഭക്ഷണത്തിന് ഇരുന്നു. കാണണേ, നമ്മൾ ഭക്ഷണത്തിന് ഇരിക്കുകയാണ് യേശുവുമായിട്ട്. അവൻ അവരോട്, ഞാൻ കഷ്ടം അനുഭവിക്കും മുൻപേ ഈ പെസഹ നിങ്ങളോട് കഴിപ്പാൻ വാഞ്ചയോടെ ആഗ്രഹിച്ചു. അതായത് ഒരാൾ മരിക്കുന്നതിന് മുൻപ് ഇതുവരെ പറയാതിരുന്ന ഒരു വലിയ രഹസ്യം പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിച്ച ഒരു സന്ദർഭമായത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനു വേണ്ടിയാണ് ഞാൻ വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറയുന്നത്, എവിടെ ഭക്ഷണത്തിന് എല്ലാവരും ഇരിക്കുകയാണ്. അവരന്ന് മേശയും കസേരയൊന്നും അല്ല, നിലത്താണ് അവരിയ്ക്കുന്നത്. അന്നത്തെ കൾച്ചർ അതാണ്. അപ്പോൾ അവർ ഇരിക്കുന്നിടത്ത് പറയുന്നത് എന്താണ്? അവർ അവരോട്, ഞാൻ കഷ്ടം അനുഭവിക്കും മുൻപേ ഈ പെസഹ നിങ്ങളോടുകൂടെ കഴിപ്പാൻ വാഞ്ചയോടെ ആഗ്രഹിച്ചു. അത് ദൈവരാജ്യത്തിൽ നിവൃത്തിയാകുമോളം ഞാൻ ഇനി ഇത് കഴിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്. ലാസ്റ്റ് സപ്പർ എന്ന് പറഞ്ഞത് അതുകൊണ്ട് ഇനിയും ലോകത്തിൽ വെച്ച് ഞാനിത് കഴിക്കത്തില്ല എന്ന്. അപ്പം നമ്മൾ മനസ്സ് കാണേണ്ടത്, നിങ്ങൾ ഓരോ കുടുംബങ്ങളും നമ്മുടെ ഹൃദയം ഇങ്ങനെ രണ്ടായിട്ട് അങ്ങോട്ട്, എൻ്റെ വചനം കേൾക്കുന്നവരോട് ഞാൻ പറയുന്നുള്ളൂ, അല്ലാത്തവരോടല്ല. ഹൃദയം ഇങ്ങനെ രണ്ടായിട്ട് അങ്ങോട്ട് പുലർന്ന് നോക്കിക്കാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് കാണാം യേശു നടുക്കിയിരിക്കുന്നതും നമ്മൾ ഇടതും വലതും ഇരുന്ന് ദൈവത്തോടു കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. ബിക്കോസ് നമ്മൾ ഏതൊരു വചനം എടുക്കുന്നോ അത് സംഭവിക്കുകയാണ്. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. മനുഷ്യർക്ക് മാത്രമേ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും ഒരേ സമയത്ത് പോകാൻ ഒക്കത്തുള്ളൂ. വി ക്യാൻ തിങ്ക്, വി ക്യാൻ ഇമാജിൻ, വി ക്യാൻ വിഷ്വലൈസ്, ഇൻ സ്പിരിറ്റ് വി ആർ ഇൻ ഹെവൻ. അപ്പം കർത്താവ് പറയുന്നുണ്ട്, ഞാനിത് ഒത്തിരി ആഗ്രഹിച്ചൊരു കാര്യമാണ്. എന്നിട്ട് കർത്താവ് പറയുന്നു, ദൈവരാജ്യത്തിൽ ഇത് നിവൃത്തി, അതായത് കർത്താവ് ഇവരെ കൊണ്ട് രണ്ടാമതായിട്ട് കർത്താവ് നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോയി അവൻ്റെ കൂടെ ഇരുത്തുന്നിടം വരെ ഞാനിത് കഴിക്കത്തില്ല. പിന്നെ പാനപാത്രം എടുത്തിട്ട് ഇത് വാങ്ങി പങ്കിട്ട് കൊള്ളുവീൻ. ദൈവരാജ്യം വരുവോളം ഞാൻ മുന്തിരിവള്ളിയുടെ അനുഭവം ഇന്ന് മുതൽ കുടിക്കയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആ 3-4 കപ്പാണ് പെസഹായ്ക്ക് ഉപയോഗിച്ചത്. അവസാനം 3-ാമത്തെ കപ്പ് എടുത്ത് വെച്ചു പറഞ്ഞു, ഇനിയുള്ളത് ഞാൻ ഇനി മാരേജ് സപ്പറിനെ ഞാനിത് കഴിക്കത്തുള്ളൂ. അപ്പോൾ അതാണ് ഒരു തിരുവത്താഴം എന്ന് പറയുന്നത് ഒന്നിച്ച് അവസാനത്തേതാണ് ഭൂമിയിൽ വെച്ച്. അതിനെക്കുറിച്ച് നമ്മളങ്ങ് പറഞ്ഞു തിരുവത്താഴം അല്ലെ കുർബാന എന്ന് പറഞ്ഞാൽ എന്തുവാ അർത്ഥം? തൻ്റെ ശരീരം നമുക്ക് വേണ്ടി ഭക്ഷണമാക്കി ചിന്നിത്തന്നു, തൻ്റെ രക്തം തന്നു. ഒരു കുർബാന ഒരു ബലിയായിട്ട് മാറുകയാണ്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? എത്ര ലാഘവമായിട്ട്. ഞങ്ങളുടെ പള്ളിയിലൊക്കെ അച്ഛൻ പറയുന്നത് കേൾക്കാം, കുർബാന കൊടുക്കുന്ന സമയത്ത് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം, സംസാരിക്കരുത്. വളരെ പ്രധാനം. ബിക്കോസ് വി ഇൻ സ്പിരിറ്റ്, ദിസ് ഈസ് ഹോളി ഓഫ് ഹോളി. അതിവിശുദ്ധനായ ദൈവം നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഇതുപോലെ ആവശ്യമുള്ള പലർക്കും ദൈവത്തിൻ്റെ പ്രവർത്തനം നടക്കേണ്ട സമയമാണത്. ദിസ് ഈസ് ഹോളി ഗ്രൗണ്ട്. എന്നിട്ട് പറയുകയാണ്, എന്താണ് 19 പറഞ്ഞത്, പിന്നെ അപ്പം എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അതാണ് വാക്യം. പിന്നെ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്ത്, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം. വേറൊരാളുടെ ശരീരം അല്ല ഇത്. വേറൊരാൾക്ക് ഇതിനകത്ത് പങ്കില്ല. എക്സെപ്റ്റ് ഓൺലി വൺ ഗോഡ്, വൺ സൺ, വൺ ഹോളി സ്പിരിറ്റ്. നേർവഴി. പഴയ കാലങ്ങളിൽ, അതായത് ന്യൂ ടെസ്റ്റ്മെൻറ്റ് തുടങ്ങിയപ്പോൾ വിശ്വാസികളെ നേർവഴിക്കാരെന്നാണ് വിളിച്ചിരുന്നത്. നേർവഴി, വളഞ്ഞ വഴി അല്ലിത്, ഒരു വഴിയേ ഉള്ളൂ. ഒരു സ്ഥലത്ത് പോകാൻ നേർവഴി ഒന്നേ ഉള്ളെങ്കിൽ പിന്നെ പലയിടത്ത് ഓടി നടന്നിട്ട് കാര്യമില്ല. ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ നൽകുന്ന എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം പാനപാത്രം കൊടുത്ത്, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന രക്തത്തിൻ്റെ പുതിയ നിയമമാകുന്നു. ഒരു പുതിയ നിയമം എനിക്ക് നിങ്ങളെ ഏൽപ്പിക്കുന്ന ദൈവം പറയാം. ഇറ്റ്സ് എ കമാൻഡ്, യു ഹാവ് ടു ഡു ഇറ്റ്. അപ്പോൾ എൻ്റെ രാജാധിരാജാവ്, എൻ്റെ ഉടമസ്ഥൻ, എൻ്റെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പുകാരൻ എന്നോട് പറയുകയാണ്, ഇത് നിങ്ങൾ ചെയ്യണം. അത് ചെയ്യണമെന്ന് പറഞ്ഞേച്ച് പോയിട്ട് നമ്മളിത് വലിയ ഹോളിയായിട്ട് വെച്ചിട്ട് ഒരിക്കലും അനുഭവിക്കാതിരിക്കുന്നതുകൊണ്ട് എന്നാ പ്രയോജനം? ഹീ കെയിം ഫ്രം ഹെവൻ ആസ് എ ഹ്യൂമൻ ബീയിങ്. തൻ്റെ ഗ്ലോറി മുഴുവൻ അവിടെ ഉരിഞ്ഞു വെച്ചിട്ട് ഇറങ്ങി വന്നു മനുഷ്യനായിട്ട്. എനിക്കും നിങ്ങൾക്കും അവൻ്റെ ശരീരവും അവൻ്റെ രക്തവും തരാൻ. എന്നിട്ട് ഈ കമാൻഡ് ലാസ്റ്റ് സപ്പർ, അതായത് മരിക്കാൻ പോകുന്നതിന് മുൻപ് ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇറ്റ്സ് ക്യാൻ ബി കോൾഡ് എ ഡൈയിങ് ഡിക്ലറേഷൻ ഈവൻ. ഹീ ഈസ് ടെല്ലിങ്, ഡു ദിസ്, ഐ കമാൻഡിങ് യു. ഒരു കമാൻഡ് രാജാവ് തന്നിട്ട്
അത് ഇതും എക്സ്ക്യൂസ് പറഞ്ഞ് ഇപ്പം എനിക്കത് ചേരത്തില്ല, എനിക്കെൻ്റെ മനസ്സ് ശരിയല്ല. മനസ്സ് ശരിയല്ലെങ്കിൽ നീ ഉടനെ അനുദപിച്ചിട്ട് കയറി വാ. വലുതുപോലെ കള്ളനോട് കരുണ തോന്നിയവൻ എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കുക മറ്റുള്ളവരോട്. ലെറ്റ് ഇറ്റ് ബി ഫ്രീലി ഗിവൺ ടു അതേഴ്സ്. വാട്ട് ഈസ് ഫ്രീലി ഗിവൺ ടു അസ്, ഗിവ് ടു അതേഴ്സ് എന്ന് ദൈവം പറയുന്നു. ഇത് ശിഷ്യന്മാർക്ക് കൊടുത്തു, ശിഷ്യന്മാർ നാനാ ജാതികൾക്ക് വിഭജിച്ചു കൊടുത്തു. നാനാ ജാതികൾ ഇത് അനുഭവിക്കേണ്ടത് നമ്മളിത് ഒഴുക്കി വെച്ച് ചെറിയ ചെപ്പിനകത്താക്കി കയറ്റി വയ്ക്കുന്നത് കൊണ്ട് സത്യത്തിൽ ദൈവത്തിന് സങ്കടം ഇല്ലേ? ചിന്തിക്കണം. വി ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. ലെറ്റ്സ് കം ക്ലോസർ ടു ദ ലിവിങ് ഗോഡ്. അവൻ്റെ ഒരു കമാൻഡാണെങ്കിൽ അത് അനുസരിക്കാം. അടുത്ത ദിവസം എൻ്റെ ബാക്കി എടുക്കാം. നാഥ, നിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ കൂടെ തിരുവത്താഴം കഴിക്കുക, ലാസ്റ്റ് സപ്പർ, അവസാനത്തെ ഭൂമിയിൽ വെച്ച് അത് അനുഭവിക്കാൻ വാഞ്ചയോടെ പുത്രൻ തമ്പുരാൻ നോക്കിയിരുന്നത് എന്തിന്? ഈ രഹസ്യം പറഞ്ഞു തരാൻ, വേറെ ഒന്നിനുമല്ല. കർത്താവിനറിയാം നാളെ ക്രൂശിൽ കയറുമെന്ന്. എനിക്കറിയാം, ഞാൻ കയറും. എൻ്റെ ശരീരം ചിന്ന ഭിന്നമാകും, എൻ്റെ രക്തം ഭൂമിയിലേക്ക് ഒഴുകും. ഇതൊക്കെ യേശുവിന് അറിയാമായിരുന്നു. അവരെ അതൊന്നും പറഞ്ഞ് പേടിപ്പിക്കാതെ, ഇതിനാണ് ഞാൻ വന്നത്, എത്ര സ്നേഹത്തോടെ അത് പറഞ്ഞു കൊടുത്തു കർത്താവ്. അതിൽ 11 പേർ ഉൾക്കൊണ്ടു. അവർ നിന്നോട് കൂടെ ചേർന്ന് തന്നെ നിന്ന്. വഴി തെറ്റിപ്പോയെങ്കിലും തിരിച്ചു ചേർക്കാൻ നിനക്ക് സാധിച്ചു കർത്താവ്. ഞങ്ങൾ നിന്നോട് പറയുക, ഞങ്ങളുടെ പേരുകൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ തലമുറയായിട്ട് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടവരാകിയാൽ എവിടെ ഒളിച്ചിരുന്നാലും, പല അമ്മമാർക്കും വേദന, അപ്പന്മാർക്കും മക്കളെക്കുറിച്ച് അവർ വ്യസനിക്കുക. പച്ച മക്കളുടെ ഒരു വിവരം അറിയാതെ കരയുന്ന അപ്പനമ്മമാരുണ്ട് കർത്താവെ. അടുത്താണെങ്കിലും മൂത്ത സഹോദരനെ പോലെ ആത്മാവ് കൊണ്ട് അകന്നവരുണ്ട് കർത്താവെ. നിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചേ പറ്റൂ. ഇറ്റ്സ് എ കമാൻഡ്. ഒന്നിച്ചിരിക്കുക, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പം പ്രാർത്ഥിക്കാൻ തുടങ്ങാം, ഒന്നിച്ചിരിക്കുമ്പം ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഇത് ദൈവത്തിൻ്റെ തന്നെ. ഈ ഭൂമിയിലുള്ള സകല ബ്രെഡും അപ്പച്ചൻ്റെ. അതെ, ഭൂമിയിൽ അതാ പറയുന്നല്ലോ, മോശയുടെ കാലത്ത് മന്ന കൊടുത്തത് മോശയല്ല, ഞാനാണെന്ന്. എൻ്റെ വിശുദ്ധന്മാർ, ദൈവത്തിൻ്റെ വീരന്മാർ, സ്വർഗത്തിലിരിക്കുന്ന ദൂതന്മാർ ഭക്ഷിക്കുന്ന ഭക്ഷണം ഞങ്ങൾക്ക് തന്നിട്ടും ഞങ്ങളുടെ കണ്ണടഞ്ഞിരുന്ന എങ്ങനെയാണ് അപ്പച്ച? ഒരു പുതിയ നിയമം എന്തുവാ? അപ്പച്ചനൊരു കമാൻഡ് തന്നിരിക്കും, ഒരു ഓർഡർ രാജാവിൻ്റെ. അതനുസരിക്കാനുള്ള ഹൃദയം തരണം. അതുകൊണ്ട് ഇനി തോണ്ട് കർത്താവെ, ഇത് ലാഘവമായിട്ടെടുക്കാതെ നിൻ്റെ തിരുശരീരം ഭക്ഷിക്കാൻ, തിരുരക്തം അനുഭവിക്കുവാനും ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ തന്നിരിക്കുന്ന അവസരം വിശുദ്ധിയോടെ അപ്പച്ചൻ്റെ ഇഷ്ടപ്രകാരം ഒക്കുമ്പോഴൊക്കെ സാധിക്കുമ്പോഴൊക്കെ എടുക്കാൻ ഞങ്ങളെ അനുവദിക്കണം. എങ്ങും ഒരു സാഹചര്യം ഇല്ലാത്തടത്ത് അപ്പൻ്റെ മൂത്ത് പ്രായമുള്ള ആളിന് ആ വ്യക്തി അതിൻ്റെ അധികാരം ഏറ്റെടുക്കാൻ കൂടെ നീ അവകാശം കൊടുത്തിട്ടില്ലേ കർത്താവേ? ഞങ്ങളോട് കരുണ തോന്നണേ അപ്പച്ച. നീ ചെയ്തു തന്ന പ്രവൃത്തി നിന്നെ കൂടെ ഇരുന്ന് ഭക്ഷിക്കാൻ ഞങ്ങളെയും തലമുറകളെ അനുവദിച്ചേ പറ്റൂ കർത്താവേ. എന്തെല്ലാം ബലഹീനതകളുണ്ടെങ്കിലും അപ്പച്ചൻ്റെ രക്തത്താൽ കഴുകി വെച്ച് ശുദ്ധീകരിച്ച് നിൻ്റെ വിശുദ്ധ പാത്രങ്ങളാക്കി മാറ്റണം. ഒരു തുള്ളി രക്തം മതി, ഒരു തുള്ളി രക്തം. അപ്പച്ചൻ അത് ഞങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞ് ഞങ്ങളെ മേൽ നെറ്റിക്ക്, ചെവിയുടെ പുറകിലെ, കയ്യിലെ, അതുപോലെ കാലിൻ്റെ തമ്പിലൊക്കെ അപ്പച്ചൻ അടയാളം ഇട്ടിരിക്കുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ട് പുതിയ നിയമത്തിൻ്റെ ഉടമസ്ഥരാക്കി ഞങ്ങളെ മാറ്റിയതിന് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.